വഖഫ് അധിനിവേശത്തിനെതിരെ കഴിഞ്ഞ 414 ദിവസമായി മുനമ്പം ജനത തുടർന്നു വന്ന ഭൂസമരം ഒരു വിഭാഗം ഏകപക്ഷീയമായി അവസാനിപ്പിച്ചു. ഒരു വിഭാഗം രണ്ടാം ഭൂസംരക്ഷണ സമരം എന്ന പേരിൽ സമരം തുടരും. ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു കിട്ടുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. പിറന്ന മണ്ണിലെ വഖഫ് അധിനിവേശത്തിനെതിരെയായിരുന്നു കഴിഞ്ഞ 414 ദിവസമായി മുനമ്പം ജനത ഒറ്റക്കെട്ടായി സമരം നടത്തിയത്. എന്നാൽ പെട്ടെന്ന് ഇവരിൽ ഒരു വിഭാഗം താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു കിട്ടും മുമ്പ് തന്നെ സമരം അവസാനിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഭൂരിഭാഗം വരുന്ന ഒരു വിഭാഗം ഉച്ചയോടെ മുനമ്പം വേളാങ്കണ്ണിപ്പള്ളിയിലെ സമരവേദി വിട്ടു. വേദി വിട്ടവർ പള്ളിക്ക് തൊട്ടടുത്തായി സമരപ്പന്തൽ കെട്ടി സമരം തുടർന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിച്ച് വഖഫിന് അനുകൂലമായി നിലപാടെടുക്കുന്ന സർക്കാരിന് വിശ്വാസമില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി. പിന്നെ ഞങ്ങൾ മാറിയതല്ല, ഞങ്ങൾ സമരം തുടരുകയാണ്. എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭൂസംരക്ഷണ സമിതി അംഗങ്ങളെയാണ് അല്ലെങ്കിൽ ആ സമര നേതാക്കളെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അവർ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞിരുന്നത് പരിപൂർണമായിട്ട് റവന്യൂ അവകാശങ്ങൾ മുനമ്പം ജനതയ്ക്ക് എന്ന് കിട്ടുന്നുവോ അന്ന് സമരം നിർത്തുമെന്നാണ്. അത് കിട്ടിയിട്ടില്ലെന്ന് നിങ്ങൾക്കും അറിയാം, ഈ ഇന്ത്യ ജനത്തിലെ എല്ലാവർക്കും അറിയാം, മുനമ്പം സമര സമിതി നേതാക്കൾക്കും അറിയാം, ഭൂസംരക്ഷണ സമിതി നേതാക്കൾക്കും അറിയാം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കുറച്ച് അധികം ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനിവിടെ ഉള്ളത് ഈ പറയുന്ന ആളുകളുടെ, ഈ മുനമ്പത്ത് ജനിച്ചു വളർന്ന ആളുകൾക്ക് എന്ന് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നു അന്ന് സമരം നിർത്താമെന്നാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്. അവരതിൽ നിന്ന് എന്തുകൊണ്ട് പിന്നോക്കം പോയെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് മുനമ്പം സമരത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വഖഫ് അധിനിവേശം മൂലം റവന്യൂ അവകാശങ്ങൾ മുഴുവനായിട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ വഖഫിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. അതെന്ന് മാറുന്നുവോ അന്ന് സമരം നിർത്തും. വഖഫ് രജിസ്റ്ററിൽ നിന്ന് മുനമ്പത്തെ ഭൂമി നീക്കം ചെയ്യും വരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ഇന്നേ വരെ ഞങ്ങളുടെ ഈ സമരപന്തലിൽ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു കുഞ്ഞു പോലും ഇവിടത്തെ പ്രവർത്തകർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നിപ്പോൾ വെള്ളം കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തടിസ്ഥാനത്തിൽ ഇവരെ വിശ്വസിക്കണം? ഈ കേരളം ഭരിക്കണ ഗവൺമെൻറ്റിന് ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിത്തരാൻ സാധിക്കുമായിരുന്നെങ്കിൽ എറണാകുളത്ത് വഖഫ് ഈ ഭൂമി അല്ല എന്ന് ഹൈക്കോടതി വിധി എഴുതിയപ്പോൾ അത് ചെയ്യാമായിരുന്നു, അത് പ്രഖ്യാപിക്കാമായിരുന്നു. അത് പ്രഖ്യാപിക്കാതെ ഒരു മാസം വരെ വെച്ചുകൊണ്ടിരുന്ന് വഖഫിന് അപ്പീൽ പോകാൻ അവസരം കൊടുത്തുകൊണ്ടും ഞങ്ങളെ പറ്റിച്ചതാണ്. മന്ത്രിമാരായ പി രാജീവ്, കെ രാജൻ എന്നിവർ നാരങ്ങാനീര് നൽകിയതോടെയാണ് ഒരു വിഭാഗം സമരം അവസാനിപ്പിച്ചത്. ജനം, കൊച്ചി.